നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് AICC ഏതെങ്കിലും ഒരു വ്യക്തി നയിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം വേണ്ട. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡം വിജയസാധ്യത മാത്രമായിരിക്കുമെന്നും ഡൽഹിയിലെത്തിയ കേരള നേതാക്കളെ AICC നേതൃത്വം അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം KC വേണുഗോപാലിന് മാത്രമായിരിക്കുമെന്നും കേരള നേതാക്കൾ നേതൃത്വത്തോട് തുറന്നടിച്ചു. ഒറ്റക്കെട്ടാണെന്ന് പുറമേ പറഞ്ഞാൽ പോരാ, അത് അണികൾക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടണം. അതിനായി തർക്കങ്ങളില്ലാതെ മുന്നോട്ടു പോകണം. പ്രശ്നങ്ങളുണ്ട്, അത് തമ്മിൽ സംസാരിച്ച് പരിഹരിക്കണം. ഒരു വട്ടം കൂടി ഭരണം കിട്ടാതിരുന്നാലുള്ള പ്രത്യാഘാതവും ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളെ ബോധിപ്പിച്ചു. കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ച സംസ്ഥാന നേതാക്കൾ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പരാതി KC വേണുഗോപാലിനെതിരെയായിരുന്നു. KPCC പുനഃസംഘടനയിലും യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലും ആധിപത്യം സ്ഥാപിക്കാൻ KC വേണുഗോപാൽ സ്വന്തം ആളുകളെ കൂട്ടത്തോടെ നിയമിച്ചു. ഇതിന്റെ പേരിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം KC വേണുഗോപാലിനായിരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. VD സതീശന്റെ പിടിവാശി കാരണം തീരുമാനിച്ച നേതൃയോഗം പോലും മാറ്റേണ്ടി വന്ന അവസ്ഥയും നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. KPCC കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട KPCC അധ്യക്ഷൻ മിക്കവാറും സ്ഥലത്തുണ്ടാകാറില്ലെന്നും പല നടപടികളും നേതൃത്വവുമായി ആലോചിക്കാതെയാണെന്നുമുള്ള വിമർശനവും ഉയർന്നു. ഇതെല്ലാം കേട്ട ഹൈക്കമാൻഡ് ഒറ്റ നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത്: ചർച്ചകളിലൂടെ കേരളത്തിലെ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കപ്പെടണം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ വിജയസാധ്യത മാത്രമാകണം അടിസ്ഥാനം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങില്ല. അതെല്ലാം വിജയിച്ച ശേഷം ഹൈക്കമാൻഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തീരുമാനിക്കും. ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് നൽകിയാണ് കേരള നേതാക്കൾ തിരികെ എത്തിയത്. സംഘടനാ ശാക്തീകരണത്തിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഉള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ച് ഐക്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. KPCC സെക്രട്ടറി പട്ടിക ഉടൻ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവും കേരള നേതൃത്വം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. 140 പേരുടെ പട്ടികയാണ് നിലവിൽ ദേശീയ നേതൃത്വത്തിന്റെ കയ്യിലുള്ളത്. ഇത് ചുരുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിയെങ്കിലും അതിലേക്ക് എത്താൻ ആയിട്ടുമില്ല. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.